ഇതിൽ ഒരാൾ ജയിച്ചിരിക്കുന്നു. ആദ്യത്തെ 2 മെസ്സേജുകൾക്ക് ശേഷം ഒരു നമ്പറിൽ നിന്ന് മാത്രമാണ് റിപ്ലൈ വന്നിട്ടുള്ളത്. ഇപ്പോൾ അവൾ എൻ്റെ വലയത്തിൽ വീണിരിക്കുകയാണ്. ഇനിയാണ് എൻ്റെ ലാസ്റ്റ് മെസ്സേജ്. ഞാൻ ഐ ലവ് യു എന്ന് അയക്കാൻ പോവുകയാണ്. ഒന്നുകിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസമുള്ളവളായിരിക്കാം, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കൂടെ മണിയറ പങ്കിടേണ്ട ആ സുന്ദരിയായിരിക്കും. ഏതായാലും ഗൗരിദാസ്, ഇനി നിങ്ങളുടെ ഊഴമാണ്. മനസ്സിലായില്ല. ഈ ഫൈനൽ റൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ കണക്കനുസരിച്ച് തോൽക്കാനും ജയിക്കാനും ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. നെഞ്ചുരുകി പ്രാർത്ഥിക്കുക, അത് നിങ്ങളുടെ പ്രേതമാവാതിരിക്കാൻ. 9037 135 005. എന്താണ് ഭായ്? ആരാണത്? ഗൗരിദാസ്, അഭിനയം താങ്കൾക്ക് തീരെ ചേരുന്നില്ല. അത് അവളല്ലേ, നിങ്ങളുടെ പ്രിയതമ? ആര് പറഞ്ഞടാ അത് അവളാണെന്ന്? എൻ്റെ പെണ്ണിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചിരുന്നത്. ഇപ്പം മനസ്സിലായോടാ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലാകാൻ അത് ആരുടെ നമ്പറുകളാണെന്ന് നിങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 9037135004. അതെൻ്റെ പെണ്ണിൻ്റെ നമ്പർ, അതായത് നിൻ്റെ ലവർ എന്ന് ആരോപിക്കപ്പെട്ട പെൺകുട്ടിയുടെ നമ്പർ. 9037135005. അതെനിക്ക് ഏറ്റവും വിശ്വാസമുള്ള എൻ്റെ വകയിലൊരു പെൺകുട്ടിയുടെ നമ്പർ. ഇപ്പോൾ ആരാടാ ജയിച്ചത്? ഇതാ പറയുന്ന മോനെ, കളിക്കുമ്പോൾ ആളും തരം നോക്കി കളിക്കണമെന്ന്. ഡയലോഗ് അടിച്ച് ഫിനിഷിംഗ് പോയി നിർത്താൻ വരട്ടെ. അതിനു മുമ്പ് ഒരു മെസ്സേജ് കൂടി അയക്കാൻ ബാക്കിയുണ്ട്. അത് താങ്കളുടെ മഞ്ജു അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഈ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ദേവാ, മൊബൈൽ കൊടു. മഞ്ജു മോശക്കാരിയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിലുള്ള വിശ്വാസമാണ് മഞ്ജു നീ ഇപ്പോൾ തകർത്തത്. ഇവരുടെ മുന്നിൽ നീ ഇപ്പോൾ തെറ്റുകാരിയല്ല. പക്ഷേ നാളെ മുതൽ എൻ്റെ തോൽവിയുടെ ദിനങ്ങളായിരിക്കാം ആരംഭിക്കുന്നത്. എന്ന് വെച്ച് ഞാൻ നിന്നെ നാളെ വേണ്ടെന്ന് വെച്ചാൽ വിഷമിക്കാൻ പോകുന്നത് ഒരുപാട് ജീവിതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ജയിച്ചേ പറ്റൂ. അതിനാൽ ഇന്ന് മാത്രം അവസാനമായി ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കപടമായ ഈ വിശ്വാസം നിനക്ക് വേണ്ടിയല്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അത് ശരിക്കും മഞ്ജു അല്ലായിരുന്നു അല്ലേ? പെണ്ണല്ലേ, ഏറ്റവും സഹനശേഷിയും എന്തും പെട്ടെന്ന് മറക്കാനും പറ്റുന്നവർ എല്ലാം മറന്ന് നന്നാവാൻ തീരുമാനിച്ചു കാണും. നിങ്ങളെ വേദനിപ്പിച്ചതിന് ക്ഷമിക്കണം. If you look for the bad in people expecting, you will surely find it. But ഇവിടെ നിങ്ങൾ തോറ്റു. നാളെ എൻ്റെ കല്യാണം, ആഘോഷിക്കേണ്ട നിമിഷങ്ങൾ. സോ ഐ മീൻ വെയിറ്റിംഗ് യു ഫോർ മൈ മാരേജ്. ദേവൻ കഴിഞ്ഞതെല്ലാം മറക്കുക, എല്ലാം ദൈവഹിതം. നോ വൺ ക്യാൻ വിയർ എ മാസ്ക് ഫോർ എ വെരി ലോങ് ടൈം. അവൾ എൻ്റെ വിധിയാണ്. ക്രിസ്റ്റി ഫെർണാണ്ടോ ജോസഫ്, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. കൂട്ടുകാരന് വേണ്ടി വാദിക്കാൻ തയ്യാറായ ഒരു സ്മാർട്ട് ബോയ്. എൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ലോകത്ത് ആരും തെറ്റുകാരല്ല. പക്ഷെ തെറ്റുകാരനാവണമെന്ന് വിചാരിച്ച ആരും നന്നായിട്ടുമില്ല. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കൂ. വരുന്ന പെൺകുട്ടി പതിവ്രതയായിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഭാര്യ ആയതിനു ശേഷം നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നാഗ്രഹിക്കാം, പ്രത്യാശിക്കാം. നമുക്ക് അവിടെ പോവാടാ. അവിടെ പോയി കഴിഞ്ഞാൽ അവൾക്ക് എന്നെ മനസ്സിലാക്കാതിരിക്കില്ല. ഇല്ലടാ, അതിന് നിൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. മാത്രമല്ല, ഇന്നാണ് ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത്. പിന്നെ ഒരു കല്യാണം മുടക്കാൻ മാത്രം അത്ര നല്ലവനൊന്നുമല്ല ഞാൻ. ദിവസവും 10-15 പെൺപിള്ളേരെ ഫോൺ വിളിക്കുന്നവനാണ് ഞാൻ. സോറിടാ, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ
ജീവിതത്തിൽ ആദ്യമായി എൻ്റെ താളം പിഴച്ചു. താളം പിഴച്ച ആ നാളുകളിൽ ഞാൻ ആടിത്തിമിർത്തിരുന്നു. തെറ്റ്, എൻ്റെ തെറ്റ്. ജീവിതം കരക്കെത്തുന്നതിനു മുൻപേ ജീവിതസഖിയെ കണ്ടെത്താൻ പോയിടത്താണ് എൻ്റെ താളം ആദ്യമായി പിഴച്ചത്. ഇന്നൊരു പെണ്ണ് കാരണം അല്ല, ഒരു പെണ്ണിനെ പ്രണയിക്കാൻ പോയ കാരണം എൻ്റെ മോഹങ്ങളെ ഞാൻ മറന്നു. എൻ്റെ സ്വപ്നങ്ങളെല്ലാം കുറച്ചു നിമിഷങ്ങളിലേക്ക് എന്നിൽ നിന്നും അകന്നു. ഇനി വേണ്ടത് എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്തുള്ള ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവാണ്. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം അർത്ഥമില്ലാതെ മൺമറഞ്ഞു പോകും. This is SS featuring KJ. This is a story of two lives, one dying, one starting a new life. He gave her all his love, he threw it in the trash. He had nowhere to go, trying to forget the past.